ഇലക്ഷൻ ബസ് പരിപാടിയിൽ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയം, എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ വിശദീകരിക്കാനാണ് അവരെത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ ഉഷാറായില്ലേ? ഉഷാറായി. അപ്പോൾ പാലം വികസനം കോൺഗ്രസിന്റെ പ്രതിനിധിയാണല്ലോ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമായി വരത്തില്ലേ? ഒരിക്കലും വരില്ല. കാരണം ഈ 11 ആദിവാസി ഉന്നതികളിലേക്കുള്ള ആദ്യത്തെ പാലം നിർമ്മിച്ചത് കോൺഗ്രസ് ആണ്. അതിപ്പോഴല്ല, 2004 തുടങ്ങി 2009 അതിൻ്റെ പണി. ചാക്കപ്പാറ പാലം. ആ പാലം വന്നതോടുകൂടിയാണ് ആദിവാസികൾക്ക് ഒരു ഓട്ടോറിക്ഷയിലെങ്കിലും പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിച്ചത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ പാലം വന്നത്. അതുകൊണ്ട് ഈ പാലം ഒന്നും ഒരു പ്രശ്നമല്ല. അല്ല, പാലം ഒന്നും വോട്ടിനെ ബാധിക്കില്ല. കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ, അതിൻ്റെ ഒപ്പം പാറശാലയിലെ അമ്പൂരിയിലെ ജനങ്ങളുണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ മാറ്റാനായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരണം അമ്പൂരിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, പാലം മാത്രമല്ല. ഈ നെയ്യാർ റിസർവോയറിന് കുറുകെ ഇതിനു മുമ്പ് 2 പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ ചാക്കപ്പാറ പാലം, ഒന്ന് തെക്കേപ്പന്ത പാലവും. 2 കോൺഗ്രസിന്റെ ജനപ്രതിനിധികളാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആരുമില്ലേ? കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഉള്ളൂ. ഈ നെയ്യാറിന് കുറുകെ CK ഹരീന്ദ്രൻ ഒരു പ്രാവശ്യം പറഞ്ഞു പാലം ഇവിടെ കൊണ്ടുവരാം, ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു, ആവേശത്തോടെ പറഞ്ഞു. ഇവിടെ കോൺഗ്രസ്സുകാർ ഒന്നും കൊണ്ടുവന്നതല്ല, CK ഹരീന്ദ്രനാണ് ഇവിടെ പാലം കൊണ്ടുവന്നത്. ചങ്കൂറ്റത്തെ നമ്മൾ നേരെയായിട്ട് പറയാം. അല്ല, ഇവിടുത്തെ ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴേ ഇതുകൊണ്ട് ആ നിൽക്കുന്ന അസാവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്, ഞങ്ങൾ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഈ സഖാവ് ഈ CK ഹരീന്ദ്രൻ പാലം ഞങ്ങൾ ശ്രമിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ ശ്രമഫലം വലിയ ശ്രമഫലമായി. ഇന്ന് ഈ കോൺഗ്രസ്സുകാരൻ നടക്കുന്നത് ഈ പാലത്തിൽ കൂടെയാണ്. ഇന്നൊരു ഒരു പഞ്ചായത്ത് ഒരാളെ ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ആടെ കീഴിൽ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കീഴിൽ, അല്ലാതെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരില്ലേ ചോദിക്കാൻ ഇല്ലേ? അല്ല, ഇതിപ്പോ പാലം കൊണ്ട് മാത്രം കാര്യമില്ല. പാലം വന്നതൊക്കെ നല്ലത് തന്നെ. ഇവിടെ മലയോര നാഷണൽ ഹൈവേ ഉണ്ട്. യഥാർത്ഥത്തിൽ അമ്പൂരി കൂടി പോകാനുള്ളതാണ് മലയോര നാഷണൽ ഹൈവേ. അമ്പൂരിയുടെ വികസനം മുരടിപ്പിച്ചത് വാഴിച്ചൽ വെള്ളറട പഞ്ചായത്തിന്റെയും ഒറ്റശേഖരമംഗലം പഞ്ചായത്തിന്റെയും അതിർത്തിയിൽ കൂടിയാണ് ആ മലയോര നാഷണൽ ഹൈവേ പോയത്. അമ്പൂരിൽ കൂടി ആ മലയോര നാഷണൽ ഹൈവേ വന്നെങ്കിൽ ജനങ്ങൾ വിട്ടുകൊടുത്ത സ്ഥലത്താണ് മലയോര, അല്ലാതെ സ്ഥലം ഏറ്റെടുത്തൊന്നുമല്ല. ആ അമ്പൂരിയുടെ വികസനം മുരടിപ്പിച്ചു. ശശി തരൂർ MP ആയിരിക്കുമ്പോഴും തമ്പാനൂർ രവി MLA ആയിരിക്കുമ്പോഴും AT ജോർജ് MLA ആയിരിക്കുമ്പോഴാണ് ടൂറിസത്തിന്റെ പേരിൽ 100 കോടി രൂപയാണ് നെയ്യാർ ഡാം പാലം അടക്കം ഈ പറയുന്ന നല്ല റോഡുകൾ ചെയ്തത്. ഇവിടെ റോഡുകളോ അല്ലെങ്കിൽ പാലങ്ങളോ കൊണ്ട് മാത്രം സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ തീരില്ല. ഇവിടെ ഒരു യുവാക്കൾക്ക് തൊഴിലവസരം തന്നിട്ടില്ല. MLAക്ക് ഒരു ആസ്ഥാനം, MLA കാണണമെങ്കിൽ നെയ്യാറ്റിങ്കര പോകണം. നമ്മൾ ഇവിടുന്ന് സാധാരണക്കാരന് ഈ സെറ്റിൽമെന്റിന് നെയ്യാറ്റിങ്കര പോകണം. പഴയ MLAമാരൊക്കെ ആണെങ്കിൽ MLA ഓഫീസ് തുറക്കും. അതുമില്ല. ഇവിടെ നിങ്ങൾക്കറിയാം എല്ലാ മേഖലകളിലും MLA ഇവിടുത്തെക്കാരനാണെന്ന് പറഞ്ഞാൽ ഇവിടെ പല അതിലും സംസാരിക്കട്ടെ. അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തിപരമായി നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ പറയട്ടെ അല്ല, MLA ജനിച്ചത് ഇവിടെയല്ല. MLA പഠിച്ചത് ഇവിടെ ഒരു LP സ്കൂളിൽ പഠിച്ചു. അദ്ദേഹം നെയ്യാറ്റിങ്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അങ്ങേര് വളർന്നതൊക്കെ അങ്ങേര് 3ാം ക്ലാസ്. അല്ല, അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായി MLA കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം ഇവിടെ 3ാം ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പിന്നെ വളർന്നതും ജീവിച്ചതും ഒക്കെ നെയ്യാറ്റിങ്കരയാണ്. അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ നമുക്ക് ഇവിടെ വികസനം എന്ന് ഇവർ പറയുന്നു. പഴയ SR തങ്കരാജ് 3 പ്രാവശ്യം MLA ആയിരുന്ന സ്ഥലമാണിത്. അത് നെയ്യാറ്റിങ്കര കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. ഇപ്പോൾ പാറശാല വന്നപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് തമ്പാനൂർ രവിയും AT ജോർജും ശശി തരൂർ ഇവർ പറയട്ടെ, ഈ സെറ്റിൽമെന്റിലുള്ള വികസനം നടത്തിയത് ശശി തരൂരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ്.